യാ പടച്ചോനെ, ഈ സാബിർ താത്താൻ്റെ ഒരു വീഡിയോ കാണുമ്പോൾ ഇല്ലേ വളരെ വിഷമം തോന്നിപ്പോയി. നമ്മുടെ സാബിർ താത്ത മടവൂർ നേർച്ചൻ്റെ ചോറ് വാങ്ങിക്കാൻ പോയിട്ടാകുമ്പോൾ പരിക്കോലും. അത് എങ്ങനെയുള്ള പരിക്കെന്നറിയോ? ആ വീഡിയോയിൽ സാബിർ താത്ത പറയുന്നത്, നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കേട്ടിട്ട് നിങ്ങളും അഭിപ്രായം. അപ്പം നിങ്ങൾ ചോദിക്കും, ആരാണ് ഈ സാബിർ താത്ത? സാബിർ താത്ത എന്ന് പറഞ്ഞാൽ യൂട്യൂബിലെ ഇന്നത്തെ ഈ ചില സമയത്ത് മില്യൺ വ്യൂസ് വരെ കിട്ടുന്നുള്ള ആളാണ്. ഇതാണ് നമ്മുടെ സാബിർ താത്ത. കണ്ടോളൂ. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? സാബിത്താക്കും സുഖം തന്നെ. ഇന്ന് സാബിത്ത പറയാൻ വേണ്ടി വന്നത് വേറൊന്നല്ല, രണ്ടാളുടെ കാര്യങ്ങളാണ്. കണ്ടില്ലേ സാബിർ താത്ത പറയുന്ന? ഇതാണ് നമ്മളെ സാബിർ താത്ത, പ്രിയപ്പെട്ട നമ്മുടെ സാബിർ താത്ത. അപ്പം സാബിർ താത്താക്ക് മടവൂർ നേർച്ചൻ്റെ ഭക്ഷണം വാങ്ങിക്കാൻ പോയിട്ടാകുമ്പോൾ പരിക്ക് പറ്റി. അത് ആ പരിക്ക് പറ്റിയിട്ട് അതിൽ ഓരോ കാര്യങ്ങളും സാബിർ താത്ത എടുത്ത് പറയുന്നുണ്ട്. അപ്പം സാബിർ താത്ത അൽഹംദുലില്ലാ മുസ്ലിം തന്നെ, പക്ഷേ കണ്ണ് ഇതെല്ലാം കെട്ടിയ. ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ സാബിർ താൻ്റെ വോയിസ് ഒന്ന് കേട്ടോളൂ. അതാണ് കഴിഞ്ഞ കുഞ്ഞുമോളെ, ഞാൻ ആ വരിയിൽ നിന്ന് പിന്നെ മുന്നിലോട്ടുള്ള വരിയിലേക്ക് ഞാൻ ചെന്ന് നോക്കുവാൻ പോയി. ആരെങ്കിലും അതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുന്നുണ്ടോ? പിന്നെ ആ വരിന്റെ ഈ ചോറ് കൊടുക്കുന്നതിന്റെ അറ്റം ഏതാണെന്ന് എനിക്കൊന്ന് കാണണം. കാരണം അറ്റമൊന്നും നമ്മൾ കാണൂല, നിങ്ങൾക്ക് പോയവരിക്കാൻ മനസ്സിലാവുള്ളൂ, ആ ബേക്കിൽ നിന്നൊരിക്കൊന്നും മനസ്സിലാവൂല. അപ്പൊ വരിയുടെ അറ്റം കാണാൻ ചോറ് കൊടുക്കുന്നതിന്റെ അറ്റം കാണാൻ വേണ്ടിയും വരിയിൽ ആരെങ്കിലും കയറി നിൽക്കാൻ വേണ്ടിയും പോകുന്നുണ്ടോ എന്ന് ഞാൻ നോക്കേണ്ടിയിട്ട് ഞാൻ നിന്ന വരിയിൽ നിന്ന് മുന്നോട്ട് ഞാൻ പോയി നോക്കിയത്. ആ നോക്കാൻ പോകുന്ന കൂട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കണേ, ഒരു മുഖം മാത്രം മറച്ചോള, അള്ളാഹുവിന്റെ നാമം മാത്രം ചിന്തിച്ച് നടക്കുന്ന, നിങ്ങളെ ഭാഷയിൽ നടക്കുന്ന ഒരു പെണ്ണിന്റെ കാര്യം കഴിഞ്ഞു. ഓള് ചെയ്ത് കാട്ടിക്കൂട്ടി നിങ്ങളോടെ പറഞ്ഞു. വീണ്ടും ഞാൻ വേറെ രണ്ട് പെണ്ണിന്റെ കാര്യം ഞങ്ങൾ പറയാൻ വന്നേ. വേറെ പിന്നെ ഞാൻ മുന്നിലേക്ക് ഞാൻ ചെന്ന് നോക്കാൻ പോയപ്പോ ഒരു പെണ്ണ് നിന്ന വരി ഇങ്ങനെ ഒരുപാട് സ്ഥലമുണ്ട്, വരിനാർക്കുന്നില്ല നിന്നോടും ഇങ്ങനെ ഭാഗം കമ്പിയുണ്ട്. ആ കമ്പീന്റെ മുകളിൽ എവളെന്നെ ഒരൊറ്റ ഉന്തം കിട്ടുന്നു. നിങ്ങൾ കേൾക്കണം, ആരാ ഇട്ടെന്ന്? ചുരിദാർ ഇട്ടോളാണോ? തട്ടം മുടി മാത്രം കാണിച്ചോളാണോ? എല്ലാ നിങ്ങളെ ഭാഷയിൽ പർദ്ദയും മക്കനും മുഖം മാത്രം കാണിച്ച് നടക്കുന്ന, മുഖം കാണിക്കുന്നില്ല, ഓളും ഒട്ടക്ക് ഓളും പർദ്ദയും മക്കനെയും. അതാണ് ആകെ എനിക്ക് വിഷമം പിടിച്ച്. കണ്ണ് മാത്രം കാണിച്ച് നിങ്ങളെ ഭാഷയിൽ ഭയങ്കര ധീര നടക്കുന്നോള്. ഞാൻ വരിയുടെ മുന്നിക്കാര് നിൽക്കുന്നതാന്ന് വിചാരിച്ചിട്ട് ഒരൊറ്റരും തന്നെ ഉന്തിയിട്ട് പടച്ചോനാണ് സത്യത വീട് അടിച്ചു പോയിട്ട് കമ്പീനോട്. ഇപ്പൊ 3 സെറ്റ് ആയില്ലേ? കാരണം വെച്ചാൽ ഞാൻ വീഡിയോസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിഞ്ഞൂടെ, എന്റെ തിരക്കും പോക്കും പരവല്ലായിട്ട് വീഡിയോസ് ചെയ്യാൻ കഴിഞ്ഞില്ല, മറന്നുപോയി. അപ്പൊ ഇന്ന് ഞാനൊരു സൗകര്യത്തിൽ എന്റെ ഇവിടെ വന്നപ്പോഴാണ് എനിക്കൊന്ന് വീഡിയോ ചെയ്യണം ഓർമ്മ വന്നത്. ഒരൊറ്റ കമ്പിയോട് ഇവിടെ ഉന്തി. ആരാ ഉന്തിയ? പർദ്ദ ചുരിദാർ ഇട്ടോളാ, ഇങ്ങനെ ഷാളിട്ടോളാ, മുഖം കാണിക്കുന്നോളാ, എന്നെ പോലത്തെ യൂട്യൂബറാ? പറയണം നിങ്ങൾ മുത്തുമണികളെ, പറയണം. പർദ്ദയും മക്കനിട്ട് കണ്ണ് മാത്രം കാണിച്ച് നടച്ച് മുഖം വരെ മറക്കുന്ന ആ പെണ്ണ എന്നെ ചെയ്ത്. ഞാൻ ചോദിച്ചപ്പം, അല്ല പെണ്ണെ, ഇനി എന്നെ ഉന്തിയിട്ട് എൻ്റെ ഈ കൈയുടെ ഭാഗം കമ്പിനോട് അടിച്ചു പോയി അല്ലേ? ഇങ്ങനെയാണോ ഇനി ചെയ്യേണ്ടത്? നീ ഇങ്ങനെയാണോ പെണ്ണെ ചെയ്യേണ്ടത്? നിന്റെ മനസ്സാദ്യം നന്നാക്കണം പെണ്ണെ, നിന്റെ മനസ്സാദ്യം നന്നാക്ക്. നീ ഈ മുഖം മറച്ചതിനും ഈ പർദ്ദ ഇട്ടതിനും എന്താണ് അർത്ഥം ഉള്ളത്? ആണ് കാണിക്കാൻ വേണ്ടിയാണോ ഇനി ഞാൻ നല്ലോണം രൂക്ഷമായി അവിടുന്ന് ഒത്തിരി ആൾക്കാരുണ്ട്. എനിക്ക് വേറെ എന്നെ പോലെ ചുരിദാറും കക്കനി ഇട്ടോ മുടിയും കാണിച്ച് നടക്കുന്നോളാ ചെയ്തെങ്കിൽ എനിക്ക് ഇത്ര വിഷമം ഉണ്ടാവൂല. നിങ്ങളെ ഭാഷയിൽ പർദ്ദയും മക്കനും ഇതും മാത്രം, മുഖം മാത്രം, കണ്ണ് മാത്രം കാണിച്ച് നടക്കുന്ന ഒരു തന്നെ ചെയ്തതാ. ഞാൻ പറഞ്ഞു, മോളെ, ഇനി ഇങ്ങനെ മറച്ചു നടക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അള്ളാഹുവിന്റെ നോട്ടം കൽബ് കൊള്ളിയ പെണ്ണെ, നീ എന്നെ എത്ര മാത്രം ഉന്തിയത്? ഇനി ഞാൻ മുന്നിൽ കാര്യം നിൽക്കുന്ന ഒരു പെണ്ണാണെന്ന് തന്നെ കൂട്ടിക്കാം. ഞാൻ കാര്യം നിൽക്കാൻ പോയതല്ല, കൂട്ടിക്കാം. എന്നാലും അവളോട് സൗമ്യമായുള്ള നിലയിൽ പറഞ്ഞു കൊടുക്കുകയല്ലാതെ എന്നെ ഉന്തനാണോ? ഞാൻ വരിവെക്കി പോയതല്ല,
ഞാൻ ചോറ് നോക്കാൻ വേണ്ടി പോയതാണ്. ഞാൻ ഒരു വരിയും ലംഘിക്കലില്ല, ഞാനൊരു നിയമവും പാലിക്കാതിരിക്കലില്ല. മനസ്സിലായോ? ഓളോട് ഞാൻ ചോദിച്ചു, ഓൾ അമ്പും ബില്ലും പോലെ ആയിപ്പോയി. ഞാൻ പറഞ്ഞ എത്ര ആൾക്കാർ കേൾക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ഇഞ്ച പർദ്ദക്കും മക്കനിക്ക് എന്താ അർത്ഥമുള്ളതെന്ന് വെച്ച്. ആദ്യം നിന്റെ കൽബ് നന്നാക്ക്, എന്നിട്ട് നീ മുഖം മറച്ചോ എന്ന് പറഞ്ഞു അവളോട്. ആദ്യം പെണ്ണെ നീ നിന്റെ കൽബ് നന്നാക്ക്, എന്നിട്ട് മുഖം നീ മറച്ചോ എന്ന് ഞാൻ പറഞ്ഞു. കേട്ടോ? ഈ മുഖവും മക്കനെയും ഇട്ട് മറച്ച് നടക്കുന്നവരെ ചരിത്രം നിങ്ങൾക്ക് മനസ്സിലായിക്കില്ല. സാബിറ വെറുതെ അല്ല പറയുന്നത്. ഈ വീഡിയോസ് കാണുന്നവര് അവിടെ നിന്ന് അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇടും. സബീത്ത പറഞ്ഞിട്ടില്ല, കമന്റ് ഇടുന്നു കേട്ടോ. ഒരു അന്നപ്പുറത്തെ പർദ്ദയും അന്നപ്പുറത്തെ തട്ടയും ഷാളും ഇട്ട് മുടി കാണിക്കുന്നോളെ ചെയ്ത് നിങ്ങൾക്ക് വേദനയില്ലടോ, വേദനയില്ല. അപ്പം ആരാ നല്ലത്? ഞാൻ ചോദിച്ചു, ഇനി ഞാൻ നല്ലോണം പറഞ്ഞോളൂട്, ഇനി ആൾക്കാരെ കബടിപ്പിക്കാൻ വേണ്ടിയല്ലേ ഇനി ഈ വസ്ത്രം ധരിച്ചത്, ഇനി മുഖംമൂടി ധരിച്ചത്? നിന്റെ മനസ്സാദ്യം നന്നാക്കണടി. അള്ളാഹുത്താല നോക്കുക, മനസ്സ അള്ളാഹുത്താല നോക്കുക. എല്ലാവരും നീ ആൾക്കാർ കാണുവാൻ വേണ്ടിയിട്ട് ഭയങ്കരം ഞങ്ങൾ ഭയങ്കരം പർദ്ദ ഇട്ടിക്ക് മക്കനിട്ടിക്ക് ഞങ്ങൾ മുഖം വരെ മറച്ചിക്ക് എന്ന് നിങ്ങൾ ജനങ്ങൾ കാണിക്കാൻ വേണ്ടി എല്ലാവരുണ്ട്. അള്ളാഹുവിന്റെ നോട്ടം കൽബ് കൊള്ളിയാണ്. എനിക്ക് വല്ലാത്തൊരു വിഷമായിപ്പോ. എന്തിനാണ് എന്നെ ഉന്തിയ വേദന മാത്രല്ല എനിക്ക്. ആരാണോ ഉന്തിയ എന്നെ പോലത്തെ ഇങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ എനിക്കൊരു വിഷമം ഇത്ര ഉണ്ടാവില്ല, സത്യമായിട്ടുണ്ടാവില്ല. ആരാ ഉന്തിയത്? പിന്നെയാണ് നിങ്ങൾ പർദ്ദയും മക്കനിന്റെ കാര്യങ്ങൾ പറയുന്നത്. പർദ്ദയും മക്കനിട്ടൊരു സ്വർഗം എന്ന് പറ. എനിക്കില്ല നല്ലവരായ എന്റെ 95% നല്ലവരായ മുത്തുമണികളില്ലേ, ഓലിക്ക് എല്ലാം അറിയ ചരിത്രം, ഓലിക്ക് എല്ലാ ചരിത്രം അറിയാം. പക്ഷെ ഞാൻ മുഖവും മക്കനെ ഇട്ടിട്ടൊന്നും ഞാൻ നടക്കേണ്ട ആവശ്യമില്ല. ഞാളെ കൽബിൻ്റെ ഉള്ളിൽ എങ്ങനത്താണെന്ന് അള്ളാഹുവിനറിയാം ഞങ്ങളെ കൽബ് എങ്ങനത്തതാണെന്ന്. ഞങ്ങൾ നിങ്ങളെ പോലെ ജനങ്ങളെ കബടിപ്പിക്കാൻ വേണ്ടി പർദ്ദയും മക്കനെയും കണ്ണ് മാത്രം കാണിച്ച് മുഖം മറച്ച് നടക്കുന്ന വ്യക്തിയല്ല. ഞങ്ങളെ സ്വഭാവവും ഞങ്ങളെ സ്നേഹവും ഞങ്ങളെ മനസ്സും ഒക്കെ അള്ളാഹുവിൽ ഒരേപോലെയാണ്. അത് ജനങ്ങൾ ആക്ഷേപിച്ചാലും ജനങ്ങൾ പറഞ്ഞാലും ജനങ്ങൾ എന്ത് കാട്ടിയാലും ഞങ്ങളെ കൽബിൻ്റെ ഉള്ള അള്ളാഹുവിനറിയാം കേട്ടോ. ഈ രണ്ട് വ്യക്തികളും കണ്ണ് പിന്നെ കാണിച്ചിട്ട് മുഖം മറച്ചവരാ. ഫർദയും മക്കനിട്ട് മുഖം മറച്ചവരാണ് ഈ രണ്ടു പേരും. പടച്ചോനാണ് സത്യം. ഈ രണ്ടു പേരും ഒന്ന് നിയമം പാലിക്കാതെ വരിയിൽ മുന്നിൽ കയറി നിന്ന് ഓളോട് ഞാൻ ചോദിച്ചപ്പോൾ ഓള് മുങ്ങി. ആൾക്കാരുടെ മുന്നിലും ഓള് കൊച്ചായി. ഞാൻ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾക്ക് അറിഞ്ഞൂടെ സാബീത്ത ഒരു പാടാ വേണ്ടാത്തതും തോന്നിയെന്ന് പറയില്ല. ഞാൻ ചരിത്രങ്ങളും കാര്യങ്ങളും അവളോട് പറഞ്ഞിട്ടുള്ളൂ. അത് സത്യം സാബിർത്ത പറയുന്നത്. കാരണം വെച്ചാൽ സാബിർത്ത കാര്യങ്ങൾ വേണ്ടാത്തതൊന്നും പറയില്ല. ഇപ്പോൾ പറഞ്ഞത് വേണ്ടാത്തതൊന്നും ഇല്ലാന്ന് തോന്നുന്നില്ലേ. കാരണം വെച്ചാൽ നിങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ പർദ്ദയിട്ട മുസ്ലിങ്ങൾ മറ്റേ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നടക്കുന്നവർ. താത്ത ഒന്ന് മനസ്സിലാക്കേണ്ടത്, പർദ്ദ ഇട്ടത് കൊണ്ടോ മുഖം മറച്ചത് കൊണ്ടോ ആവൂല മുസ്ലിം. അതേപോലെ തന്നെ മനസ്സ് മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു തആല നോക്കുന്നുള്ളത്. ഇസ്ലാമിൽ നിങ്ങൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, പല കാര്യങ്ങളും നമ്മൾ ഇസ്ലാമിലും മദ്രസയിൽ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ ഏത് രീതിയിൽ നീങ്ങണം, ഏത് വസ്ത്രങ്ങൾ ധരിക്കണം നല്ല രീതിയിൽ. പക്ഷെ താത്ത ഇപ്പോൾ ചെയ്യുന്നത് ശരിയാണോ താത്ത? നിങ്ങൾ പിന്നെ ആ ജീൻസ് പാൻറ് ഇട്ടിട്ടും അതിട്ടിട്ടും ഡാൻസ് ചെയ്യുന്നതും ഇതാക്കുന്നതും അതും മുസ്ലിമായി ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ടോ താത്ത? അതും നിങ്ങളൊന്ന് വ്യക്തമാക്കണം കേട്ടോ. ഈ കണ്ണിട്ട സ്ത്രീ മാത്രം നിങ്ങളെ തള്ളിയിട്ടുണ്ടെങ്കിലും പക്ഷേ നിങ്ങൾ ചെയ്യുന്നതും നല്ലതാണ്. പക്ഷെ ആദ്യം നമ്മൾ നോക്കേണ്ടത്, ഇസ്ലാമിൽ പറഞ്ഞിട്ട് ആദ്യം നമ്മൾ നോക്കട്ടെ, മറ്റുള്ളവരല്ല നമ്മൾ നോക്കണം. നമ്മളെ തന്നെ നോക്കണം. നമ്മൾ ഏത് രീതിയിലാണോ നീങ്ങുന്നുള്ളത്, നമ്മൾ ഏതാണ് പ്രവൃത്തി ചെയ്യുന്നുള്ളത്, എന്നിട്ട് ശേഷമേ നമുക്ക് മറ്റുള്ളവരെ ഉപദേശിക്കാൻ പറ്റും താത്ത. എന്നിരുന്നാലും താത്താക്ക് നല്ലത് വരട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. താത്താൻ്റെ പിന്നെ അപകടം പറ്റിയിട്ടില്ലേ, തള്ളിയിട്ടില്ലേ, ആ സ്ത്രീ മാപ്പ് ചോദിക്കട്ടെ.